ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സി ആർ സൂര്യ. നമ്മൾ ഇന്നൊരു പെസ്സായിട്ടാണ് വന്നിരിക്കുന്നത്. ലോകമാണ് ഇവിടെ മനസ്സിലാവുമല്ലോ. നമ്മുടെ കൊനാമിയുടെ വിഷയമായിട്ടുള്ള പെസ്സാണ് നമ്മൾ ഇന്നും കളിക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാറ്റോഗ്രാഫിയാണ് കളിച്ചത്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം PvP ആണ് കളിക്കാൻ പോകുന്നത്. ഗൈസ്, നമുക്കൊരു AC മിലാൻ വരുവാണെങ്കിൽ അവരെ ഞാനൊരു 4 മുട്ടയ്ക്ക് പൊട്ടിച്ചിരിക്കും. AC മിലാൻ വരുവാണെങ്കിൽ, കാരണം എനിക്കിപ്പോൾ മിക്കപ്പോഴും AC മിലാൻ മാത്രമേ വരുന്നുള്ളൂ. എന്നാണ് ഞാൻ പറഞ്ഞത്. AC മിലാൻ വരുവാണെങ്കിൽ അത് പൊട്ടിക്കുന്നത്. ഈസിൻ്റെ ടീം ഒന്നുകൂടെ കാണിച്ചു തരാം. അതേപോലെ തന്നെയാണ്, വേറെ ഒരു മാറ്റവും ഇല്ല. സ്ട്രെങ്ത്ത് പോലും മാറിയിട്ടില്ല. ഇത്രയും തന്നെയാണ് നമുക്കുള്ളത്. നമ്മൾ ഇത്രയും പ്ലേയേഴ്സിനകത്ത് ഇപ്പോഴത്തെ ചൈനീസ് വേർഷന് പ്ലേയേഴ്സിനെ സെൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ വേർഷനിൽ സെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പം നമ്മൾ കൂടുതൽ മേടിച്ച് ലോഡിപ്പിക്കുന്നില്ല. നമ്മൾ നേരെ നമ്മുടെ പെസ്സിൻ്റെ മാച്ചിലോട്ടങ്ങ് ഞെക്കി, മാച്ചിനകത്ത് നിന്ന് ഈ ഫുട്ബോൾ ലീഗിനകത്തോട്ട് ഞെക്കി, ഈ ഫുട്ബോൾ ലീഗിനകത്ത് PvP കാർഡിയോഗ്രഫി എടുത്ത് ഓക്കെ, നമ്മളിപ്പം അത്രയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 മാച്ച് എന്നുള്ള ബട്ടണിൽ പിടിച്ച് ഞെക്കിയിട്ടുണ്ട്. 2 മാച്ച്. അപ്പോൾ നമ്മളത് 2 മാച്ചിൽ പോവാണ്. മാച്ച് ഇൻ പ്രോഗ്രസ്. ഏത് മാച്ചായിരിക്കും? ഗായ്സ്, AC മിലാൻ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ ഒന്നുകൂടെ റിവൈൻഡ് അടിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞായിരുന്നു AC മിലാൻ വരുവാണെങ്കിൽ 4 മുട്ടയ്ക്ക് പൊട്ടിക്കുമെന്ന്. 4 മുട്ട. നമ്മൾ കിഴപ്പത്തനമാരുടെ ഡെവലപ്മെൻറ്റ് കമാവിങ്കം, വാൻ ഡൈക്ക് ജൂനിയർ. ഓക്കെ, വാൻ ഡൈക്ക് ഇതാ ഓടുന്നു. വാൻ ഡൈക്ക് ഇതാ കിലിയൻ എംബാപ്പി, സുനിൽ ഛേത്രി. ഗോയ്സ്, സുനിൽ ഛേത്രി ഓഫ് സൈഡ്. ബട്ട് അത് ഗോൾ കയറി. ഓഫ് സൈഡിനകത്തൂടെ ഗോൾ കയറിയത് തന്നിരുന്നേ കൊള്ളായിരുന്നു, പക്ഷെ തരുത്തില്ല. ഓഫ് സൈഡിനകത്തൂടെ ഗോൾ കയറി. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓഫ് സൈഡ് അടിച്ചു. കറക്റ്റ് എംബാപ്പയുടെ ഒരു ചിപ്പിങ് ഗോൾ. അത് കൂട്ടാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനത് കൂട്ടിയേനെ, ബട്ട് അത് കൂട്ടാൻ പറ്റത്തില്ല. അങ്ങനെ സെക്കൻഡ് കിക്ക് ബോൾ ഇതാ ഞങ്ങളുടെ ഇതിനകത്ത് പറക്കുന്നു. അത് അവന്മാരെടുക്കുന്നു. നമ്മുടെ കിലിയൻ എംബാപ്പെ ഇതാ ബോൾ എടുക്കുന്നു. എംബാപ്പെ സുനിൽ ഛേത്രിക്ക് ഒരു പാസ്. സുനിൽ ഛേത്രിക്ക് പിന്നെയും ഓഫ് സൈഡ് ഗൈസ്. ഓഫ് സൈഡ്. സുനിൽ ഛേത്രി ഡോണ്ട് ലൈക്ക് ഇറ്റ്. സുനിൽ ഛേത്രി അവോയ്ഡ് ഇറ്റ്, ബട്ട് ഓഫ് സൈഡ് ലൈക്ക് സുനിൽ ഛേത്രി. എനിക്കൊന്നും പറയാനില്ല ഗൈസ്. സുനിൽ ഛേത്രിയുടെ രണ്ടാമത്തെ ഓഫ്. ഈ കളിക്ക് സുനിൽ ഛേത്രിക്കകത്ത് ഒരു യെല്ലോ കാർഡ് കിട്ടിയായിരുന്നു കേട്ടോ, ഈ കളി സുനിൽ ഛേത്രിക്ക്. പിന്നെയും എഡ്രിയൽ കമാവിങ്കം. ഇതാ റൗൾ ഇതാ അവിടെ. എഡ്രിയൽ കമാവിങ്കം നെടുന്തൂണാണവൻ, നെടുന്തൂണ്. ഇതാ സുനിൽ ഛേത്രി പിന്നെയും ഒരു മിസ് കളഞ്ഞിരിക്കുന്നു. അങ്ങനെ പിന്നെയും എഡ്രിയൽ കമാവോ. ഇതാ കിലിയൻ എംബാപ്പി. ഓ ഗായ്സ്, എംബാപ്പയുടെ അതിമനോഹരമായ ചിപ്പിംഗ് ഗോൾ. അതിൻ്റെ ഇടയ്ക്ക് കമാവിങ്കോ ഒക്കെ അങ്ങോട്ട് വെച്ചെടുത്ത് ഓടുന്നു. എംബാപ്പെ ഇങ്ങോട്ടും ഹെഡിൽ കമാവിങ്കോ അങ്ങോട്ടും. ബട്ട് മെസ്സി, സുനിൽ ഛേത്രി, എംബാപ്പെ, ഇവരുടെ കോംബോ അതൊന്ന് വേറെ തന്നെയാണ്. നിങ്ങൾ ഈ മാക്സിമം ഇട്ടിട്ട് കളിച്ച് നോക്കും. എന്താ വെച്ചാൽ പൊള്ളി കോംബോ. എൻ്റെ ഒരു ഫോർമേഷൻ ഇട്ട് നിങ്ങൾ കളിച്ച് നോക്കും. 3-1-2-4 ഫോർമേഷൻ. എനിക്ക് കളി കാണുമ്പോഴേ മനസ്സിലാവും. ചറ ഗോൾ കയറി. ഇപ്പോൾ 3 മുട്ട. ഹാഫിന് ഞങ്ങൾക്ക് 3 മുട്ട ഉണ്ടായിരുന്നു. ഹാഫിൽ 3 മുട്ട. സെക്കൻഡ് ഹാഫ് ഇതൊക്കെ ആയിരുന്നു. അവന്മാരുടെ കിക്ക് അവന്മാരെടുക്കുന്നു. എംബാപ്പെ അനങ്ങാൻ നിൽക്കുന്നു. എംബാപ്പെ ഓടുന്നു. എംബാപ്പെ പിന്നെയും ബോൾ എടുക്കുന്നു. എംബാപ്പെ എന്തോ ചെയ്യും? എംബാപ്പെ ഇതാ കമാവിങ്കത്തിനൊരു പാസ്. കമാവിങ്ക അറിയും. എംബാപ്പെ. ഓ ഗായ്സ്, ഒരു വണ്ടർഫുൾ സേവാണ് അപ്പുറത്തെ ഗോൾ കീപ്പറെ കാണിച്ചത്. ബട്ട് അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇമോട്ടില്ല അവനെങ്ങനെ കാണിച്ച, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നെയ്മർ ജൂനിയർ പരിപാടി. അവൻ്റെ പാസ് വെക്കുന്നു. നെയ്മർ. എംബാപ്പെ. ഞാൻ മറന്നിട്ടില്ല. ആ ഗോൾ കീപ്പർ ചെയ്തതിനുള്ള തെറ്റ് അവർ കണ്ടിരിക്കും. എംബാപ്പെ ഗൈസ് 4 മുട്ട. എംബാപ്പെ ടുഡേയ്സ് മാച്ച് 4 ഗോൾ എംബാപ്പെ അടിച്ചിരിക്കുകയാണ്. 4 ഗോൾ. അടുത്തതേ കണ്ടല്ലോ, അടുത്ത ഗോൾ ഹസാഡിൻ്റെ ഈ മോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടോ, കൊടി എടുത്തിട്ട് തോക്കൊലൊക്കെ കട്ട നല്ല രസമുണ്ട് കേട്ടോ. ഈ ഹസാഡൊക്കെ വിഷയം കളിയെന്ന് വെച്ചാൽ വിഷയം കളിയാണ് ഹസാഡൊക്കെ.
അടുത്ത ഗോൾ ഇനി ആരടിക്കും? ഓക്കെ, 5 മുട്ട. AC മിലാൻ 5 മുട്ട. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ഓർമ്മയുണ്ട, 4 മുട്ടയ്ക്ക് പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പൊട്ടിച്ചിരിക്കും. ഏത് മൂഡ് നമ്മളപ്പോൾ അത് പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് യൂട്യൂബിൽ ഇടുമ്പം സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഇൻഫോർമേറ്റീവ് ലൈക്ക്. ബൈ.